പലപ്പോഴും പല ആളുകൾക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ ഒരു തഖ്വ നിസ്കാരത്തിലൂടെ കിട്ടുന്നില്ല. പല കാരണങ്ങളുണ്ടാവും. ഒരു പക്ഷേ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ എന്തെങ്കിലും ഹറാമുകൾ കലർന്നാൽ കിട്ടൂല. ബന്ധങ്ങൾ അവനാണ് ചേർക്കേണ്ട മാതാപിതാക്കളുമായിട്ട് ബന്ധം ചേർക്കേണ്ടവരുണ്ടെങ്കിൽ അത് ബന്ധം ചേർക്കാതെ അവരോട് പിണങ്ങി നിൽക്കുന്നവരാണെങ്കിലൊന്നും ഇബാദത്തിൽ ഇഖ്ലാസ് കിട്ടൂല. അപ്പൊ ഇബാദത്തിൽ ഇഖ്ലാസ് കിട്ടാൻ നമ്മൾ ഒരു 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കിട്ടും. നിസ്കാരത്തിലാണെങ്കിൽ നിസ്കാരത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ അതിൻ്റെ തുടക്കമാകുന്ന ഉളു എന്നുള്ള കർമ്മം അതിൻ്റെ ആദാബുകളൊക്കെ പരിപൂർണമായി പാലിച്ചുകൊണ്ട് അദ്കാറുകളൊക്കെ ചൊല്ലി വളരെ സാവധാനത്തിൽ തഖ്വയോട് കൂടി ഉളു എടുത്തിട്ട് നമ്മൾ നിസ്കാരം തുടങ്ങുകയാണെങ്കിൽ ആ നിസ്കാരത്തിൽ പ്രത്യേക ഖുശൂ കിട്ടും. അതായത് കഴുകേണ്ട അവയവങ്ങൾ കൃത്യമായിട്ട് കഴുകണം, തടവേണ്ട അവയവങ്ങൾ തടവും. പലപ്പോഴും ചില ആൾക്കാർ കഴുകേണ്ട അവയവങ്ങൾ തടവി പോകുന്നു. ഇപ്പം മുഖം കഴുകുകയാണെങ്കിൽ മുഖത്തിൻ്റെ മുൻഭാഗം മാത്രം കഴുകി ബാക്കിയുള്ള നന്നെ കൈ കൊണ്ട് തടവി പോകും. അവിടെ ഒന്നും ഉണ്ടാവില്ല, പൂർണ്ണാവില്ല, തടവിലാണ്. കൈ വളരെ പ്രധാനമാണ്. പിന്നെ കൈ കഴുകുമ്പോൾ കൈൻ്റെ മുട്ടിൻ്റെ ബാക്ക് ഭാഗത്തൊന്നും നനയാത്തൊരവസ്ഥ വരാറുണ്ട്. അപ്പം വുളു പൂർണ്ണമാവില്ല, നിസ്കാരത്തിൽ ഉണ്ടാവില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ അവന് നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ തന്നെ ആ തുടങ്ങുന്നതിന് മുമ്പ് നിയ്യത്ത് വെക്കുന്നതിന് മുമ്പ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞ് ഞാൻ പടച്ച റബ്ബിൻ്റെ മുമ്പിലാണ് നിൽക്കുന്ന ബോധത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്തിട്ട് അവന് നിസ്കാരം അവസാനിക്കുന്നത് വരെ അവന് സുജൂദിൻ്റെ സ്ഥലത്തേക്ക് നോക്കുക എന്നതാണ്. സുജൂദിൻ്റെ സ്ഥലത്തേക്ക് നോക്കണം, അപ്പോഴാണ് ഖൽബിൻ്റെ ഖുശൂ കിട്ടുകയുള്ളൂ. ചില ആളുകൾക്ക് ചിലപ്പോൾ ഖുശൂ കിട്ടൽ കണ്ണടച്ച് നിസ്കരിക്കുമ്പോഴേക്കാരം അല്ലേ. അങ്ങനെ അവന് ഖുശൂ കിട്ടുന്നെങ്കിൽ അയാൾക്ക് ഖുശൂ കിട്ടൽ അങ്ങനെ ചെയ്യാം. കണ്ണടച്ചുകൊണ്ടാണ് ഒരാൾക്ക് നിസ്കരിക്കുന്ന ഖുശൂ എന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. കാരണം ഖുശൂ പ്രധാനപ്പെട്ട സംഗതിയാണ്. എത്രത്തോളം ഫിഖ്ഹിലൊക്കെ പറയുന്നുണ്ടല്ലോ, ഒരു ജമാഅത്ത് നിസ്കാരം പള്ളി നടക്കുന്ന സമയത്ത് അവന് ഇഷ്ടപ്പെടാത്തൊരു ഇമാമാണ് നിൽക്കുന്നതെങ്കിൽ അവന് ആ ഇമാമിന് താല്പര്യമില്ല, ഖുശൂ ഉണ്ടാവില്ല. എന്ത് ചെയ്യണം? ഒറ്റയ്ക്ക് നിസ്കരിക്കണം. കാരണം അവിടെ ഖുശൂവിനാണ് പ്രധാനം. ആ ജമാഅത്തിന്റെ പ്രതിഫലത്തേക്കാൾ കൂടുതൽ ഖുശൂവിനാണ് പ്രാധാന്യം. ഫതുൽ മീൻ അടക്കമുള്ള കിതാബുകളൊക്കെ അതൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കണം എന്ന് പറയുന്നത് നമ്മുടെ ശ്രദ്ധ തെറ്റാൻ സാധ്യതയുണ്ട്. കാരണം മുമ്പിലുള്ള സഫിന്റെ മുമ്പിലുള്ള ആള് ഡ്രസ്സ് ധരിച്ചത് അവന്റെ കളർ ഡ്രസ്സൊക്കെ ആണെങ്കിൽ അതിലേക്ക് നോക്കി നമ്മളങ്ങ് ചിന്ത അങ്ങനെ മാറിപ്പോകാനൊക്കെ സാധ്യത. പുതിയ കാലഘട്ടത്തിലെ കുട്ടികള് ഓരോ ഫോട്ടോയും കളിക്കാരുടെ പേരും ഒക്കെ ഉണ്ടാവും. അതൊക്കെ വെച്ച് പല ശ്രദ്ധയിലേക്ക് പോകും. സ്കരിക്കുന്ന സ്ഥലത്തുള്ള മുസല്ലയിലെ അതും പ്രധാന സംഗതിയാണ്. ശ്രദ്ധ തെറ്റി പോകുന്ന ഉണ്ടാവരുത്. ഇപ്പം നമ്മുടെ പള്ളികളിലൊക്കെ അപ്പം ഫുള്ള് ഹൈടെക് പള്ളികളായതുകൊണ്ട് പലക്കെ നിസ്കരിക്കുമ്പോൾ പല ആൾക്കാരും അതിലെ ലൈറ്റും പണികളൊക്കെ നോക്കി ആസ്വദിച്ച് നിസ്കരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ ഖുശൂ എന്ന് പറയുന്ന അതിലേക്ക് എത്തിപ്പെടില്ല. 2 കാര്യം നമ്മൾ പറഞ്ഞു. ഒന്ന് ഇപ്പം നമ്മൾ വുളു അത് കൃത്യമാക്കുക, മറ്റൊന്ന് നിസ്കാരം അവസാനിക്കുന്നവരെ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കുക. മൂന്നാമത്തത് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആ ബാങ്കിന് കൃത്യമായ ഇജാബത്ത് മറുപടി കൊടുക്കുക എന്നുള്ളത്. പലപ്പോഴും പല ആൾക്കാരും ബാങ്ക് വിളി കേൾക്കുമ്പോൾ അശ്രദ്ധമായിട്ടുണ്ടാവുക, അതിന് മറുപടി കൊടുക്കൂല. അങ്ങനെ ആകുമ്പോൾ നിസ്കാരത്തിൽ ഖുശൂ ഇല്ലാതിരിക്കാനത് വലിയൊരു കാരണം. പിന്നെയും നമ്മൾ പല കാരണങ്ങൾ പറയുന്നുണ്ട്, മഹാന്മാരാളുകൾ പറയുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു ഭക്ഷണത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിലൊന്നും അതിലേക്ക് ഖുശൂ ഉണ്ടായിരിക്കാൻ ഒരു കാരണമാണ്. പിന്നെ ഉള്ളത് നമ്മൾ ചെല്ലുന്നതൊക്കെ അർത്ഥം ചിന്തിച്ചും കൂടി ഇതാകുമ്പോൾ ഒന്നുകൂടി ഖുശൂ കിട്ടും. അപ്പോൾ അത് പഠിക്കുക എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം.